നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ചാമക്കാല ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വിഴിഞ്ഞം നമ്മുടെ പുതിയ പോർട്ട് ഉദ്ഘാടനത്തിനെ സംബന്ധിച്ച്. സംഗതി പോർട്ടിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അതിൻ്റെ കണക്കുകളൊക്കെ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി വേദിയിൽ പറയണതൊക്കെ കേട്ടു. ഇത്ര കോടി സംസ്ഥാനം ചെലവ് ചെയ്തു, ബാക്കിയുള്ളതൊക്കെ അവരുടെ പാർട്ട്ണറായ നമ്മുടെ അദാനി ഗ്രൂപ്പാണ് ചിലവാക്കിയത്, കേന്ദ്രമൊന്നും കൊടുത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ചർച്ചകളൊക്കെ കണ്ടു. ഞാനൊരു കാര്യം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോർട്ട് മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. പോർട്ടിൽ വന്ന് കണ്ടിട്ട് നമ്മുടെ കപ്പലുകളെല്ലാം വന്ന് കണ്ടെയ്നർ ഇറക്കി തിരിച്ചു പോകും. അത് അവിടെ നിന്ന് വേറെ കപ്പലിൽ വന്ന് കണ്ടിട്ട് കയറ്റിക്കൊണ്ടു പോകും. ഇതല്ലാതെ ആ പോർട്ടിനെ കൊണ്ട് എന്താണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഗുണം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തുനിന്ന് ഒരു കണ്ടെയ്നർ കയറ്റിയിട്ട് ഒരു ട്രെയിലറിന് പോകാനുള്ള ഒരു റോഡുണ്ടോ? പിന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളത്തെ ഉള്ള വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, അതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിനൊരു ചെറിയ റോഡെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി ഒന്നും കവർ ചെയ്യാതെ കണ്ടെയ്നർ റോഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ കളമശ്ശേരിയിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് എവിടേക്ക് വേണമെങ്കിലും പോവുക. പിന്നെ അത് മാത്രമല്ല, ഇപ്പം പുതിയതായിട്ട് വരുന്ന 66 NH-66 ആ റോഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ എറണാകുളത്തിനെ സംബന്ധിച്ച് അക്കാര്യത്തിൽ ഓക്കെയാണ്. പക്ഷേ ഈ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ഒരു കണ്ടെയ്നർ എടുത്തുകൊണ്ട് തിരുവനന്തപുരം പാസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു റോഡില്ല. അതൊന്നും ചെയ്യാതെയാണ് ഇത്രയും വലിയ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവർ ഈ എലക്ഷൻ സംബന്ധിച്ചിട്ട് അതിനൊരു ഉദ്ഘാടനം മാത്രം നടത്തിയിട്ട് 2028 ആവാതെ അതിന് ഒരു ശരിയായ ഒരു പ്രവർത്തനം നടക്കുമെന്ന് തോന്നണില്ല. പിന്നെ ഈ തള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ തള്ളാണ്. എല്ലാവരും കൂടി ഇരുന്ന് തള്ളണത്. അവർ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഒരു പോർട്ട് നിർമ്മിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തള്ളലൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കാശൊക്കെ ഏത് വഴിക്കാണ്, എവിടെ നിന്നാണെന്നൊന്നും അതൊക്കെ പറയാൻ രസമാണ്. ഇതൊക്കെ നമ്മളും തിന്നണത് ചോറ് തന്നെയല്ലേ. അല്ലാതെ ഈ സംസ്ഥാനം മാത്രം ഇത്ര വന്നിട്ടാണ് പെൻഷൻ പോലും കൊടുക്കണില്ല. അതുപോലെ KSRTCയിലെ ഡ്രൈവർമാർക്ക് ഇതേവരെ ശമ്പളം കൊടുക്കണില്ല. ഇപ്പം ഗണേഷ് കുമാർ കയറിയതിനു ശേഷമാണ് KSRTCയിലെ ഡ്രൈവർമാർക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലും കിട്ടി തുടങ്ങിയത്. അതിൽ അയാൾ നല്ലൊരു മന്ത്രി ആയതുകൊണ്ടാണല്ലോ അത് കിട്ടുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ കണക്ക് തന്നെ. എല്ലാവരും ഈ ഉദ്ഘാടനങ്ങൾ നടത്താമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് എന്താണ് ഇപ്പോൾ ഇതിനകത്തൊരു ഗുണമുള്ളത്? പക്ഷെ ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു ഇലക്ഷൻ വരുമ്പോൾ അതിനുള്ള മറുപടി അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിഭക്ഷണം കഴിക്കുന്നവരാരും ഇനി വോട്ട് ചെയ്യില്ല. എന്താ വെച്ചാൽ CPM തന്നെയുള്ള ആളുകൾ ഒരുപാട് പേര് അവർക്ക് വെറുപ്പായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലുള്ള ഇതല്ല കാണിക്കുന്നത്. പിന്നെ ഒരിക്കലും ഇല്ലാത്ത നിയമങ്ങളാണ് ഇപ്പം നാട്ടിൽ പഞ്ചായത്തിൽ തന്നെ നടപ്പാക്കി വരുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഒരു വീടിൻ്റെ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹരിത കർമ്മസേനയുടെ പൈസ കൊടുക്കാതെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു കാര്യവും ശരിയാക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ പുതിയ ഒരു അടവ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് നമ്മൾ കൊണ്ട് കളയുന്നതിന് അതിന് പുതിയൊരു വകുപ്പ് ഉണ്ടാക്കിയിട്ട് അതിന് കുറച്ച് ആൾക്കാർ വരും. എന്നിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, കവറുകൾ ഇതെല്ലാം എടുത്തു വെക്കണം. ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അവർക്ക് കാശ് കിട്ടണം. എൻ്റെ വീട്ടിലൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും വരാറേ ഇല്ല. പക്ഷെ മാസം പൈസ മേടിക്കാൻ അവർ കറക്റ്റായിട്ട് വരും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഓരോരോ പരിപാടികൾ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ശരിക്കും ജനങ്ങളെ പിഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കാശ് മേടിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ എല്ലാ കാര്യങ്ങളും. എന്താ വെച്ചാൽ നമുക്കൊരു സ്ഥാപനം തുടങ്ങണമെങ്കിലും അതിന് അപ്പം വേണം പൈസ. നമ്മളൊരു കട തുടങ്ങിയിട്ട് അവിടെ ഒരു റോഡ് സൈഡിൽ അത് എല്ലാവർക്കും ഒരു കട തുടങ്ങുമ്പോൾ റോഡിൻ്റെ സൈഡിൽ നിന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കാം. അവിടെ ഒരു ബോർഡ് വെച്ചതിന് അവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഒരു സാധനം തുടങ്ങാനോ
ഈ വലിയ പോർട്ട് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരന് ജീവിക്കണ്ടേ? സാധാരണക്കാരന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും തൊഴിലെടുത്തിട്ട് വേണം അവർക്ക്, എന്തെങ്കിലും ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് വേണം അവർക്ക് ജീവിക്കണമെങ്കിൽ. ആ ജീവിതം ഇവരില്ലാണ്ടാക്കണ്. എന്തെങ്കിലും ഒരു ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവിടെ വന്നുകൊണ്ട് എന്തെങ്കിലും ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് പൂട്ടിക്കുക എന്നല്ലാതാണ് ഈ പാർട്ടി എന്താണ് ചെയ്യുന്നത്. ഇവർ പറയുന്നുണ്ടല്ലോ പാവപ്പെട്ടവരെ കൂടെയാണ്. പാവപ്പെട്ടവരെ കൂടെ തന്നെ വെറുതെ എല്ലാ ജോലിയും കളഞ്ഞു കണ്ടിട്ട് ഇവരെ കൂടെ കൊടി പിടിച്ച് നടക്കണതാണ് ഈ പാവപ്പെട്ട രീതി തന്നെ. ഇതെന്താണ് അങ്ങനെയല്ല. പാവപ്പെട്ടവന് എന്തെങ്കിലും തൊഴിൽ സംരംഭം ഉണ്ടാക്കി കൊടുക്കലാണ് ചെയ്യേണ്ടത്. അല്ലാതെ പാവപ്പെട്ടവൻ എന്തെങ്കിലും തുടങ്ങുമ്പോൾ അവിടെ വന്ന് കണ്ടിട്ട് അത് പൂട്ടിക്കലല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നല്ലൊരു റോഡില്ല. ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് കുറച്ച് പണി കിട്ടിയിരിക്കും ആ പോർട്ടിനകത്ത്. നിങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോയി നോക്കണം. ഒരു പോർട്ട് വന്നു കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള റോഡുകൾ, അതുപോലുള്ള ആ ഏരിയയിലുള്ള വികസനങ്ങളൊക്കെ എന്താണെന്നുള്ളത് കണ്ട് ആദ്യം പഠിക്കുക. അതിനുശേഷം ഇരുന്ന് കണ്ടിട്ട് ഇങ്ങനത്തെ വലിയ വലിയ തള്ളു. അല്ലാതെ വെറുതെ കിടന്ന് കണ്ടിട്ട് ഞങ്ങളുണ്ടാക്കിയത് അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം തുടങ്ങി വെച്ച് അയാളത് പൂർത്തീകരിക്കാൻ നിങ്ങൾ സമയം കൊടുത്തില്ല. അപ്പോഴേക്കും അയാളെ അഴിമതിയും അതും പറഞ്ഞു കണ്ടിട്ട് അയാളെ ഓടിച്ച്. പക്ഷെ അയാൾ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്തു തന്നെയായിരുന്നു. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവരെ കൊച്ചിൻ്റെ തന്ത ആയതുപോലെയാണ് ഇപ്പം ഇത് കാണുന്നത്. അല്ലാതെ ഇതിനകത്ത് വലിയതൊന്നും ജനങ്ങൾ കാണുന്നില്ല. ഇതെല്ലാവർക്കും ഇതൊക്കെ മനസ്സിലാവും. അതാണല്ലോ അന്ന് മറ്റേ മന്ത്രി പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദിക്ക് അത് മനസ്സിലായി. നരേന്ദ്രമോദി അപ്പം തന്നെ അതിനുള്ള മറുപടി കൊടുക്കുകയും ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ട്ണറാണ് അദാനി എന്നുള്ള രൂപത്തിൽ. അപ്പം ഇതുപോലുള്ള കുറേ വിവരമില്ലാത്തവരെ പിടിച്ചും കണ്ടിട്ട് മന്ത്രിയാക്കിയാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിൻ്റെ പകുതി മുക്കാൽ ഭാഗത്തോളം സംസ്ഥാനം വഹിക്കുകയും ബാക്കിയുള്ള പണം അദാനി ഗ്രൂപ്പ് ആണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിക്കണല്ല, ഇവർ ഈ പൈസ ഇല്ല കേന്ദ്രം കൊടുത്തില്ല, മറ്റേ പെൻഷൻ കൊടുക്കാൻ കാശില്ല, ഇതൊക്കെ പറയണം. അപ്പം എന്തിനാ? അപ്പം ഇവരിൽ കാശുണ്ടെങ്കിൽ ഇവർക്ക് കേരളത്തിൽ അപ്പം എന്തിനാ മറ്റുള്ളവരെ ആശ്രയിക്കാൻ നിൽക്കണ്? അപ്പം ഇവർക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തൂടെ? നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മളവരെ കൂടെ നിൽക്കൂലേ? ഇത് ഒന്നുമില്ലാതെ വെറുതെ കിടന്നു കണ്ട് ലോകം മുഴുവനും കടമാക്കി കേരളത്തിൽ ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു കണ്ടീഷനിലാണ് ഇപ്പോഴത്തെ സ്ഥിതി. എന്തിനാണ് വിലക്കുറവ്? നിങ്ങൾ പറയുന്നുണ്ടല്ല കേരളമാണ് നമ്പർ 1. എന്തിൻ്റെ പേരിലുള്ള നമ്പർ 1 ആണ്? ഒരാൾക്ക് ജീവിക്കാൻ മാർഗമില്ലാത്തതിൻ്റെ പേരിലായിരിക്കും നമ്പർ 1 എന്ന് പറയുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നോക്ക്, തമിഴ്നാട്ടിൽ ചെന്ന് നോക്ക് നിങ്ങൾ. തമിഴ്നാട്ടിൽ ആര് ഭരിച്ചാലും അവിടെ കറണ്ട് ഫ്രീ, സ്ത്രീകൾക്ക് ബസ്സിൽ പോകാനുള്ള പൈസ ഫ്രീ, ഇങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് തമിഴ്നാട് ഗവൺമെൻറ് ചെയ്യണത്. അതുപോലെ കർണാടകയിൽ എന്താ ചെയ്യണത്? ഇതൊന്നുമില്ല. ഇത് കേരളത്തിൽ എന്തുമ്മ തൊട്ടാലും കാശാ, എന്നിട്ടാണ് വെറുതെ കിടന്ന് കണ്ടിട്ട് തള്ളണത്. അപ്പം ഇതൊക്കെ തന്നെ വെറും പ്രഹസനം മാത്രമാണ്. അല്ലാതെ ഇതിനകത്ത് വേറെ കാര്യമായ കാര്യങ്ങളൊന്നുമില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ഇലക്ഷൻ വരട്ടെ. ഈ ഇലക്ഷൻ വരുമ്പോൾ കാണാം ജനങ്ങൾ ഇതിനുള്ള മറുപടി തരുന്നത് നിങ്ങൾക്ക്. എന്തായാലും പണ്ടത്തെ പോലെയുള്ള ഇതൊന്നും ഉണ്ടാവില്ല. ഇനി ആരെങ്കിലും കൂട്ടുപിടിച്ച് നിങ്ങളൊരു മന്ത്രിസഭ ഉണ്ടാക്കിയാൽ ഉണ്ടാവുന്നല്ലാതെ മറ്റുള്ള രീതിയിലുള്ള ഒരു കാര്യവും ഇനി ആർക്കും പ്രതീക്ഷയില്ല. അല്ല, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്താ പറയുക, ബാക്കിയുള്ളവരും ഒക്കെ നാട് വിട്ട് പോവുകയാണ് നല്ലത്. കുറേ ആൾക്കാരുണ്ട് ഇതിൻ്റെ പുറകെ ഇങ്ങനെ ഓരോ ഇതും പറഞ്ഞിട്ട് കൊടിയും പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട്. അതാണ് നിങ്ങളെ വിജയം. അതിൽ കൂടുതലൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിർത്താണ്. അടുത്തൊരു ടോപ്പിക്സായിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.